ക്രൂശ് മരണമല്ല ദുഃഖിക്കേണ്ടത്, നിന്റെ മേൽ പരിശുദ്ധാത്മ വരുന്ന ദിവസമാണ് നീ സന്തോഷിക്കേണ്ടത്. പരിശുദ്ധാത്മാവിൽ ജനിക്കണം. ഒറ്റ കാര്യം അറിയാം, സ്നാനപ്പെടാത്തവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്ത ഒരാളും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയില്ല. നിർബന്ധമാണ്. ഞങ്ങൾ എത്ര ആരാധിച്ചാലും ഞങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ വിശ്വാസ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഏറ്റെടുക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നവൻ ജീവപര്യന്തം വിശ്വസ്തനായിരിക്കാം എന്ന തീരുമാനമെടുത്തുകൊണ്ടാണ് സ്നാനം അവസാനിപ്പിക്കുന്നത്. സ്നാനപ്പെടാത്ത ഒരാള്, യേശുവിനെ വിശ്വസിക്കാത്ത ഒരാൾക്കും ശാപം മാറുന്നില്ല എന്നുള്ളത്. ശാപം നിലനിൽക്കും. യേശുവിൽ വിശ്വസിക്കുന്നവന്റെ ശാപം അന്നേരം മാറും. പ്രൈസറോട് പറഞ്ഞേ പറയല്ല, കാരണം പഠിക്കാൻ താല്പര്യമില്ല. ഡാൻസ് ആയിരുന്നു മൊത്തം. ഇന്ന് ന്യൂ ഇയറിന് പുള്ളിയൊക്കെയാണ് ശ്രീകുമാറൊക്കെയാ പാടുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു യക്കിലി പാടിയാ മതി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഏതൊരു മനുഷ്യൻ പാടിയാ മതി. അവിടെ സ്വർഗം മഹത്വമെടുക്കും. അവിടെ സ്വർഗം മഹത്വമെടുക്കും. ആഘോഷം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നതിനെ കുറിച്ചാണ്. വേറൊരു ആഘോഷമില്ല. ശാപത്തെ കുറിച്ച് ആവർത്തന പുസ്തകം 30-ാം അധ്യായം 19-20 വാക്യം എടുക്കാം. അനുഗ്രഹം ദൈവമായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മളിലേക്ക് വരുന്നു, എന്നാൽ ശാപമോ? വായിക്കാം നമുക്ക്. 30-ാം അധ്യായം ആവർത്തന പുസ്തകം 30-19-20. കണ്ടോ? അനുഗ്രഹവും ശാപവും നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു. പറഞ്ഞ പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം എവിടെയാ? യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമുക്ക് തന്ന വിശ്വാസം വഴി കൃപയാലുള്ള രക്ഷയാണ് അനുഗ്രഹം. പറഞ്ഞ ഹല്ലേലൂയ. ശാപം എന്താണ്? ശാപം എന്താണ്? എന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും അനുസരിക്കുന്നില്ല എങ്കിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞ ശാപം നിന്റെ മേൽ ഫലിക്കും. ആവർത്തന പുസ്തകം 28-ലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ മുമ്പിൽ ശാപവും അനുഗ്രഹവും ഇരിപ്പുണ്ട്. ചിലരുണ്ട് ശാപവും അശാപവും. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരുവന് ഒരു ചുക്കുമില്ല. അവന് ഒരു ആത്മാവേ ഉള്ളൂ. ഏത് കള്ളം പറഞ്ഞാലും അവനെ നീ പിടിച്ചോണ്ട് എന്റെ അടുത്ത് കൊണ്ടുവരണം. ഞാൻ പഠിപ്പിക്കാം. നിന്നോട് ഫോൺ പറയുമോ നിനക്ക് ശാപമുണ്ടെന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ ഞാൻ പറയും നിന്റെ മുമ്പിൽ അനുഗ്രഹം ഇരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ അത് പൂർണ്ണമായി. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവാത്മാവ് നിന്റെ ഉള്ളിലിരിക്കുന്നു. കരമടിച്ചൊരു മഹത്വം കൊടുത്തേ. എനിക്ക് ശാപമില്ല. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച എനിക്ക് ശാപമില്ല. ഞാൻ ഫെയ്ത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഞാൻ സാൽവേഷനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞാനിതാ കൃപയിലേക്ക് എത്തിയിരിക്കുന്നു. എനിക്ക് ശാപമില്ല. എനിക്ക് ശാപമില്ല. ശാപവും അനുഗ്രഹവും എന്റെ മുമ്പിലിരിക്കുന്നു. അതുകൊണ്ട് ഇനി കരയരുത്. പറഞ്ഞേ ഹല്ലേലൂയ. കരയരുത്. നിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവാത്മാവ് കണ്ണ് തുറന്ന് നീ സാധാരണ നോക്കട്ടെ. ശാപമേ കടന്നു പോകാൻ പറയാം. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ദൈവം തന്ന അധികാരം. മനസ്സിലാക്കണം, നീ അധികാരിയായിരിക്കുവാണ്. എന്നാൽ അടുത്ത ഇത് വ്യാഖ്യാനിക്കാനൊന്നും പോകുന്നില്ല. വ്യാഖ്യാനിച്ചോണ്ട് വലിയ കഥയൊന്നുമില്ല. നിങ്ങളിത് മനസ്സിലാക്കിയാൽ മാത്രം മതി. കൽപ്പനയുടെ ശാപം എന്നൊരു വാക്കുണ്ട്. കൽപ്പനയുടെ ശാപം. ഉൽപ്പത്തി 3:1 കൽപ്പനയുടെ ശാപം. കൽപ്പനയുടെ ശാപം എന്താണ്? എന്റെ കൽപ്പനകൾ ധിക്കരിക്കുമ്പോൾ, പാലിക്കാതെ ഇരിക്കുമ്പോൾ, തെറ്റിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാപം അത് അവന് വിനയായി തീരും. എന്താണ്? മോനെ, ആ തീക്കൂട്ടത്തിലേക്ക് നീ ചാടരുത്.
എന്ന് അപ്പൻ കൽപ്പന പുറപ്പെട്ടു. അവൻ അനുസരിക്കാതെ തീക്കകത്തോട് ചാടി, തീക്കകത്ത് കിടന്ന് ചത്തു. അമ്മയുടെ പണിയെടുക്കെന്ന് പറഞ്ഞ് പൊട്ടക്കറ്റി പന്ത് കളിച്ചു, അവൻ അവിടുന്ന് മരിച്ചു. അതാണ് ശാപം. ദൈവം പറയുന്ന കൽപ്പന അതനുസരിക്കാതെ ഇരിക്കുമ്പോൾ, ലംഘിക്കുമ്പോഴാണ് അത് ശാപമായി മാറുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമൊരുത്തിന് പറ ഹല്ലേലൂയ. അല്ലാതെ മരത്തെ ശാപം ഇരിക്കുന്നു, ചെടിയെ ശാപം ഇരിക്കുന്നു, പൂച്ചെടിയുടെ അടി ശാപം ഇരിക്കുന്നു, കട്ടളപ്പടിയുടെ ഇടിയിൽ ശാപം ഇരിക്കുന്നു. ചുമ്മാണ്ടിരിക്കണോ? ശാപം ദൈവപ്രമാണം അനുസരിക്കാത്ത മനുഷ്യന്റെ ജീവിതത്തിൽ കിടക്കണം. ഹല്ലേലൂയ. നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാ. നിന്നെ കണ്ടാൽ പിശാചോടും, നിന്നെ കണ്ടാൽ ശാപമോടും. കാരണം എന്താ? ഇവനെ കിട്ടത്തില്ല. കാരണം ഇവൻ ജഡത്തിലാണെങ്കിലും ഇവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. കരമടിച്ചൊരു മതിക്ക കൊടുക്ക്. ഉണർവോടെ നിന്റെ ഭാരം വിട്ടുകളഞ്ഞ്, നിന്റെ ദുഃഖം വിട്ടുകളഞ്ഞ്, നിന്റെ വേദന വിട്ടുകളഞ്ഞ്, നിന്റെ സങ്കടം വിട്ടുകളഞ്ഞ് ഇന്ന് ആത്മാവിൽ ഒന്ന് കത്തട്ടെ. ഇന്ന് ആത്മാവിൽ ഒന്ന് സന്തോഷിക്കുക. നിന്റെ മേൽ ശാപം മാറിയ ജീവിതമാണെന്ന് തിരിച്ചറിയണം.